കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 9-ാം സർഗം 7-ാമത്തെ ശ്ലോകം ചെയ്തു. അപ്പോൾ അവർ കബന്ധനെ കണ്ടു. കബന്ധൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പേടി നടിച്ചും കൊണ്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ഹേ ലക്ഷ്മണ, ഇനി നമുക്ക് മറ്റൊരു ദിക്കിലേക്ക് പോകാനുള്ള വഴിയില്ലല്ലോ, 4 പുറവും ഇവൻ്റെ കയ്യല്ലേ, ഇനി നാം എന്താ ചെയ്യേണ്ട? ഇവനിപ്പോൾ നമ്മളെ 2 പേരെയും തിന്നൂലോ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 8. ലക്ഷ്മണസ്തമുവാചേദം കിം വിചാരേണ രാഘവ ആവാമൈകൈകമവ്യഗ്രൗ ചിന്യം രക്ഷോ ഭുജൗ ധ്രുവം. രാഘവ വിചാരേണ കിം, ഹേ ശ്രീരാമചന്ദ്രസ്വാമി, വിചാരം കൊണ്ട് എന്താ ഫലം? അങ്ങനെ വിചാരിച്ചിട്ട് എന്താ കാര്യം? വിചാരേണ കിം, അങ്ങനെ വിചാരിച്ചിട്ട് എന്താ കാര്യം? രക്ഷോഭുജൗ ഏകൈകം, ഈ രാക്ഷസൻ്റെ ഈ കൈയുണ്ടല്ലോ, 2-നെയും ഓരോന്നിനെയും അവ്യഗ്രൗ ആവാം, നമുക്ക് 2 ആൾക്കും ഓരോന്നിനെയും ചിന്ത്യം ധ്രുവം, നിശ്ചയമായും നമുക്ക് അതായത് നമുക്കിപ്പോൾ തൽക്കാലം പേടിക്കാറായിട്ടില്ല. നമ്മൾ മനസ്സമാധാനത്തോട് കൂടിയിട്ട് അവ്യഗ്രൗ ആവാം, മീൻസ് മനസ്സമാധാനമുള്ള നമ്മൾ 2 പേരും ഇപ്പോൾ ചിന്ത്യം ധ്രുവം, ആ 2 കൈയിനെയും ഛേദിക്കാം. ലക്ഷ്മണ തം ഉവാച, ലക്ഷ്മണൻ എന്താ രാമനോട് പറഞ്ഞ്, ഹേ ശ്രീരാമ ഭഗവാനെ, ആലോചിക്കാനൊന്നുമില്ല, നമ്മൾ 2 പേരും ഓരോരുത്തരെ ഓരോ കയ്യിനെയും നല്ലോണം സൂക്ഷിച്ച് മുറിച്ചിടണം, അതന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശ്രീരാമൻ. ലക്ഷ്മണസ്തമുവാചേദം കിം വിചാരേണ രാഘവ ആവാമേകൈകമവ്യഗ്രൗ ചിന്ത്യം രക്ഷോ ഭുജൗ ധ്രുവം. 9. തഥേതി രാമ ഖൽഗേന ഭുജം ദക്ഷിണമച്ഛിനദ് തഥൈവ ലക്ഷ്മണോ വാമം ചിച്ഛേദ ഭുജമഞ്ജസ. തഥാ ഇതി രാമ ഖൽഗേന, അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് രാമൻ ഖൽഗേന വാളുകൊണ്ട് ദക്ഷിണം ഭുജം അച്ഛിനത്, വലത്തെ കയ്യ് ഛേദിച്ചു. തഥാ ഏവ ലക്ഷ്മണം വാമം ഭുജം അംജസ ചിച്ഛേദ, അതേപോലെ തന്നെ ലക്ഷ്മണൻ ഇടത്തെ കയ്യും വേഗം കൂടെ മുറിച്ചു. ശരി, അങ്ങനെ ആവാം ലക്ഷ്മണൻ. ശ്രീരാമൻ വെറുതെ വെയിറ്റ് ചെയ്യുകയാണല്ലോ ലക്ഷ്മണൻ പറയാനേ. ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ശരി, എന്നാൽ ഞാൻ ഒരു കൈ മുറിക്കാമെന്ന് പറഞ്ഞു വേഗം വലത്തെ കൈ മുറിച്ചു. ലക്ഷ്മണൻ ഉടനെ തന്നെ ഇടത്തെ കൈ മുറിച്ചു ഈ കബന്ധൻ്റെ. തഥേതി രാമ ഖൽഗേന ഭുജം ദക്ഷിണ മച്ഛിനദ് തഥൈവ ലക്ഷ്മണോ വാമം ചിച്ഛേദ ഭുജമഞ്ജസ. ഇനിയോ 10. തതോതി വിസ്മിതോ ദൈത്യ കൗ യുവാം സുരപുംഗവൗ മദ്ബാഹുച്ഛേദകൗ ലോകേ ദിവി ദേവേഷു വാ കുതഃ. തതഃ അതിവിസ്മിത ദൈത്യ, അപ്പോൾ ആ കബന്ധന അത്ഭുതമായി. സുരപുംഗവൗ യുവാം കൗ, സാധാരണ ഒരാൾക്കും കബന്ധനെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ഈ 2 കുട്ടികൾ, യുവാക്കളായിട്ടുള്ള 2 കുട്ടികൾ എത്ര വേഗ കൈ മുറിച്ചിട്ടത്. അപ്പോൾ അത്ഭുതമായി, അതിവിസ്മിതായി. സുരപുംഗവൗ യുവാം കൗ, ഈ ദേവന്മാരെ പോലെ കണ്ട ദേവന്മാരാ തോന്നുന്ന ഈ 2 ആരാ? മദ് ബാഹുച്ഛേദകോ, എൻ്റെ കൈകളെയൊക്കെ ഛേദിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ലോകെ, മനുഷ്യലോകത്തിലോ, ദിവി ദേവലോകത്തിലോ, വാ കൃത സ്വർഗത്തിലോ, ദേവന്മാരിലോ എവിടെയുള്ളതെന്ന് എന്താ അറിയോ? കബന്ധനെ അത്ഭുതമായി. കാരണം ഈ ദേവന്മാരെ പോലെ കണ്ടാൽ തോന്നണം ഈ 2 പേരാരാ? ഈ ഭൂമിയിലാവട്ടെ സ്വർഗത്തിലാവട്ടെ എൻ്റെ കൈ മുറിക്കാൻ തക്ക ശക്തിയുള്ളവരാരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 2 പേര് ആരാണെന്ന് അറിയാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ആര്? കബന്ധൻ.
തതോതി വിസ്മതോ ദൈത്യ കൗ യുവാം സുരപുങ്കവൗ മദ്ബാഹുച്ഛേദകൗ ലോകേ ദിവി ദേവേഷു വാ കൃതഃ അതോബ്രവിദ്ധസന്നേവ രാമോ രാജീവലോചന അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ രാമോഹം തസ്യ പുത്രോസൗ ഭ്രാതാ മേ ലക്ഷ്മണസുധീഹി. നിങ്ങൾ ആരാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആര്? ദിവി ദേവേഷു വാക്കുത, നിങ്ങളെവിടുന്ന് വന്ന ആൾക്കാരാണ് എന്ന് ചോദിച്ചു. കബന്ധന അത്ഭുതം കൊണ്ട് അപ്പം പറഞ്ഞു, തഥാ ഹസൻ ഏവ രാജീവലോചന രാമ. അപ്പം ചിരിച്ചും കൊണ്ട് ഹസൻ ചിരിച്ചും കൊണ്ട് തന്നെ പങ്കജാക്ഷനായിട്ടുള്ള രാമൻ അബ്രവീത്, രാമൻ അപ്പം മറുപടി പറഞ്ഞു ചിരിച്ചും കൊണ്ട്, അയോധ്യാധിപതി ശ്രീമാൻ മഹാദശരഥ രാജ. അയോധ്യയിലെ രാജാവായിട്ടുള്ള രാജാവും വളരെ മഹാത്മാവുമായിട്ടുള്ള ദശരഥ രാജാവുണ്ട്. രാമഹ അഹം തസ്യ പുത്ര. ഞാൻ ആ ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ രാമൻ. സുധീഹി അസൗ. ബുദ്ധിമാനായിട്ടുള്ള ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുണ്ടല്ലോ, അത് മേ ഭ്രാത ലക്ഷ്മണ, എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ്. അപ്പോൾ കബന്ധൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചും കൊണ്ട് എന്താണ് പത്മദള നേത്രനായിട്ടുള്ള രാമൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. രാമൻ പറഞ്ഞത് എന്താ? അയോധ്യ രാജാധിപതിയും വലിയ മഹാത്മാവുമായിട്ടുള്ള ദശരഥന് പേരായി രാജാവുണ്ട്. ആ രാജാവിൻ്റെ മകൻ രാമനാണ് ഞാൻ, എൻ്റെ അന്യൻ ലക്ഷ്മണനാണ് ഇവൻ എന്ന് പറഞ്ഞു. അതോബ്രവിദ്ധസന്നേവ രാമോ രാജീവലോചന അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ രാമോഹം തസ്യ പുത്രോസൗ ഭ്രാതാ മേ ലക്ഷ്മണ സുധീഹി. 13. മമ ഭാര്യ ജനകജ സീതാ ത്രൈലോക്യസുന്ദരി ആവാം മൃഗയയാ യാതൗ തദാ കേനാപി രക്ഷസാ നീതാം സീതാം വിജിന്വന്തൗ ചാഗതൗ ഘോരകാനനെ. അപ്പം എല്ലാം വിസ്തരിച്ച് പറയുക, എല്ലാ കഥകളും പറയണം എന്തിനാ അവിടെ എത്തിയെന്നൊക്കെ. അതോ മമ ഭാര്യ ജനകജ സീത ത്രൈലോക്യസുന്ദരി. ത്രൈലോക്യസുന്ദരിയായിട്ടുള്ള എൻ്റെ ഭാര്യയും ജനകരാജാവിൻ്റെ പുത്രിയുമായ സീത ആവാം മൃഗയ യാതോ. ഞങ്ങൾ രണ്ടാളും നായാട്ടിന് പോയ സമയത്ത് ആ മാന്യ പിടിക്കാനാണല്ലോ പോയത്. കേനാപി രക്ഷസ സീതാം കേനാപി രക്ഷസ നീതാം സീതാം. ഏതോ ഒരു രക്ഷസ പറഞ്ഞില്ലേ, രാക്ഷസൻ സീതയെ കൊണ്ടുപോയി. സീതയെ കൊണ്ടുപോയി. അതാണ് കേനാപി, ഏതോ രാക്ഷസനാൽ നയിക്കപ്പെട്ടു. നീതാം നയിക്കപ്പെട്ട സീതയെ വിചിന്വന്തൗ ഞങ്ങൾ തിരയുന്നവരായിട്ട് ഘോരകാനനെ ആഗതൗ ഈ ഭയങ്കരമായിട്ടുള്ള വനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു എന്ന്. അപ്പം ശ്രീരാമൻ വിസ്തരിച്ച് പറയണം. ഞാൻ ആദ്യം രാമൻ ലക്ഷ്മണ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയും ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീത അതിമനോഹരിയാണ്, വളരെ സുന്ദരിയായിട്ടുള്ള ആ സീത ഞങ്ങൾ രണ്ടുപേരും നായാട്ടിന് പോയ സമയത്തിൽ ഏതോ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി. ആ സീത ഞങ്ങൾ തിരഞ്ഞു നടന്ന് ഇപ്പം ഈ വനത്തിൽ എത്തിച്ചേർന്നതാണ് എന്ന് പറഞ്ഞു. മമ ഭാര്യ ജനകജ സീതാ ത്രൈലോക്യസുന്ദരി ആവാം മൃഗയയാ യാതൗ തദാ കേനാപി രക്ഷസാ നീതാം സീതാം വിജിന്വന്തൗ ചാഗതൗ ഘോരകാനനെ. 14. ബാഹുഭ്യം വേഷ്ടിതാവത്ര തവ പ്രാണരിരക്ഷയാ ഛിന്നൗ തവ ഭുജൗ ത്വം ച കോവാ വികടരൂപധൃക്. അത്ര തവ ബാഹുഭ്യം വേഷ്ടിതൗ. ഇവിടെ നിന്റെ 2 കൈകളാൽ ചുറ്റപ്പെട്ടവരായി പ്രാണരിരക്ഷയ ഞങ്ങൾ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ്. കാരണം നിൻ്റെ കൈകൊണ്ട് ചുറ്റപ്പെട്ട നിൻ്റെ വായലിക്ക് ഇനിയിപ്പോൾ അധികം താമസമില്ല പോവാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ പ്രാണരെ രക്ഷിക്കുകയാണേ. അതാണ് പ്രാണരിരക്ഷയാ പറഞ്ഞത്. പ്രാണരക്ഷയുള്ള ആഗ്രഹം കൊണ്ട് തവ ഭുജൗ ഛിന്നു, നിൻ്റെ കൈകൾ ഞങ്ങൾ മുറിച്ചു. വികടരൂപ തൃത്വം ചാക്ക. ഇങ്ങനൊരു
സാധാരണ വിചിത്രമായിട്ടുള്ളൊരു രൂപം ധരിച്ച നീ ആരാണ്? വികടരൂപധൃത്വം ചാക്കാഹ, ഞങ്ങളാരാന്നൊക്കെ പറഞ്ഞല്ലോ, നീ നാല ആരാ ചോദിച്ചു. അതാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിന്നെ വെറുതെ പിന്നെ മുറിച്ചതല്ല കയ്യ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ 2 കൈകളോണ്ട് ചുറ്റപ്പെട്ടിട്ട് ഞങ്ങളെ തിന്നുന്ന മനസ്സിലായപ്പോൾ പ്രാണരക്ഷാർത്ഥാണ് ഞങ്ങൾ നിൻ്റെ കൈ മുറിച്ചത്. ഈ ഭയങ്കരവും വിചിത്രവുമായിട്ടുള്ള രൂപത്തോടു കൂടിയ നീയെ ആരാണ് ചോദിച്ചു. അപ്പം ഗബന്ധൻ മറുപടി പറയും, നീ ബാഹുഭ്യം വേഷ്ടിതാവത്ര തവ പ്രാണരിരക്ഷയാ ഛിന്നൗ തവ ഭുജൗ ത്വം ച കോവാ വികടരൂപധൃക്ക്. കബന്ധ ഉവാച, കബന്ധം പറയാണ് 2 ശ്ലോകം. ധന്യോഹം യതി രാമസ്ത്വമാഗതോസി മമാന്തികം പുരാ ഗന്ധർവരാജോഹം രൂപയൗവനദർപ്പിതഃ വിചാരം ലോകമഖിലം വരനാരീ മനോഹര തപസാ ബ്രഹ്മണോ ലബ്ധമവധ്യത്വം രഘൂത്തമ മമ അന്തികം യാതഃ ത്വം യതി രാമ. എൻ്റെ സമീപത്തിപ്പോൾ എത്തിപ്പെട്ട അങ്ങന്ന് രാമനാണെങ്കിൽ അഹം ധന്യ, ഞാൻ വളരെ ധന്യനായി. അങ്ങിപ്പോൾ രാമനാണ് പറഞ്ഞുല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോൾ എത്തിപ്പെട്ട അങ്ങ് ശ്രീരാമ ഭഗവാനാണെങ്കിൽ അഹം ധന്യ, ഞാൻ ധന്യനായി. പുരാ അഹം ഗന്ധർവരാജ, ഞാൻ എൻ്റെ മുജ്ജന്മത്തിൽ ഞാൻ ഒരു ഗന്ധർവ രാജാവായിരുന്നു. രൂപയൗവന ദർപ്പിത, എൻ്റെ രൂപത്തിലും യൗവനത്തിലും മഹാ അഹങ്കാരിയായിട്ടുള്ളവനും വരനാരി മനോഹര, അനവധി സ്ത്രീകളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുക, വലിയ ഭംഗിയും പാട്ടുമൊക്കെ ഉണ്ടല്ലോ ഗന്ധർവന്മാർക്ക്. അഖിലം ലോകം വിചരൻ, ഞാൻ അങ്ങനെ സ്ത്രീകളെ കൂട്ടിയിട്ടേ സ്ത്രീകളെ സന്തോഷിപ്പിച്ചും കൊണ്ട് മതം ഭയങ്കര അഹങ്കാരിയായിട്ട് ലോകം വിചരൻ, എല്ലാ ലോകത്തിലും സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴെന്താ? രഘുത്തമാഹേ രഘുപതേ തപസ ബ്രഹ്മണ അവധ്യത്വം ലബ്ധം, തപസ്സുകൊണ്ട് ബ്രഹ്മാവിൽ നിന്ന് എനിക്ക് അവധ്യത്വം, ആരാലും വധിക്കപ്പെടില്ല എന്ന വരം കിട്ടി. അപ്പോൾ കബന്ധം എന്താ പറഞ്ഞാൽ വെച്ചാൽ, എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് രാമനാണെങ്കിൽ ഞാൻ ശരിക്കും ധന്യനാണ് കേട്ടോ. എന്താ വെച്ചാൽ മുജ്ജന്മത്തിൽ ഞാൻ ഗന്ധർവന്മാരുടെ രാജാവായിരുന്നു. സൗന്ദര്യവും യൗവനവും കൊണ്ട് അഹങ്കരിച്ച ഞാൻ എനിക്ക് ചേരുന്ന സ്ത്രീകളെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് ഞാൻ ലോകത്തിലെമ്പാടും അഹങ്കാരിയായിട്ട് സഞ്ചരിച്ചിരുന്നു. അപ്പോൾ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ട് ഞാൻ ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചിട്ട് ആരാലും വധിക്കപ്പെടാതിരിക്കാനുള്ള വരവും ഞാൻ സമ്പാദിച്ചു. ഞാനിങ്ങനെ വലിയ ഗന്ധർവ രാജാവാണെന്ന് മാത്രമല്ല, എനിക്ക് കുറച്ച് തപശക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് എനിക്കൊരു വരം തന്നു, നീ ആരാലും വധ്യനല്ലാന്ന്, നിന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരം എനിക്ക് കിട്ടി. കബന്ധം പറയാൻ കേട്ടോ. മുമ്പ് കഴിഞ്ഞ ജന്മത്തിൽ ഗന്ധർവനായിരുന്നു കേട്ടോ. ധന്യോഹം യതി രാമസ്ത്വമാഗതോസി മമാന്തികം പുരാ ഗന്ധർവരാജോഹം രൂപയൗവനദർപ്പിതഃ വിചാരം ലോകമഖിലം വാരനാരീ മനോഹര തപസാ ബ്രഹ്മണോ ലബ്ധമവധ്യത്വം രഘൂത്തമ. ഇനി 17. അഷ്ടാവക്രം മുനിം ദൃഷ്ട്വാ കദാചിദഹസം പുരാ ക്രുദ്ധോസാവാഹ ദുഷ്ടസ്ത്വം രാക്ഷസോ ഭവ ദുർമതേ. എന്നിട്ടിപ്പോൾ എങ്ങനെ ഇപ്പം ഈ രൂപത്തിൽ എത്തിയെന്ന് പറയുകയാണ്. എന്താ അറിയാമോ? പുരാ കദാചിൽ, പണ്ട് ഒരിക്കൽ അഷ്ടാവക്രം മുനിം ദൃഷ്ട്വ, അഷ്ടാവക്ര മുനിയെ കണ്ടിട്ട്, അഷ്ടാവക്രൻ എങ്ങനെയാ വെച്ചാൽ 8 വളവുണ്ട് ദേഹത്തിന്, അപ്പോൾ ഒട്ടും ഭംഗി ഉണ്ടാവില്ലല്ലോ. 8 വളവുണ്ട്, അഷ്ടാവക്രനാണ്, 8 വളവുള്ള മുനിയാണ്. ഭയങ്കര വലിയ ജ്ഞാനിയാണ്, നല്ല ശരിക്കന്നെ ബ്രഹ്മജ്ഞാനിയാണ്. പക്ഷേ ദേഹം എങ്ങനെയാണ്, 8 വളവുണ്ട്. അഹസം, ആ അഷ്ടാവക്രമുനിയെ കണ്ടിട്ട് ഞാനൊരിക്കൽ ഞാൻ പരിഹസിച്ചു. ക്രുദ്ധ അസൗ, അപ്പോൾ ദേഷ്യം വന്നിട്ടുള്ള ആക്രാവഷ്ട മുനി ദുർമതേ ദുർബുദ്ധേ ദുർബുദ്ധേ എന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ത്വം രാക്ഷസ ഭവ ഇതി ആഹ, നീ ദുഷ്ടനായിട്ടുള്ള രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു.
അങ്ങനെ ഞാൻ ഗന്ധർവരാജാവായിട്ട് അഹങ്കരിച്ച് അനവധി സ്ത്രീകളെയൊക്കെ കൂട്ടി ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചിട്ട് ആരാരും നിഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള വരവും കിട്ടി ഞാൻ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ അഷ്ടാവക്ര മുനിയെ കാണാനിടയായി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ രൂപം പിന്നെ 8 വളവുള്ള ആളല്ലേ, വിരൂപനാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എനിക്ക് എൻ്റെ ഭംഗിയിലൊക്കെ വലിയ അഹങ്കാരമാണ്. അങ്ങനെ ഞാൻ അഹങ്കാരിയായിട്ട് അഷ്ടാവക്ര മുനിയെ കണ്ടപ്പോൾ വൈരൂപ്യം കണ്ടിട്ട് ഞാൻ പരിഹസിച്ചു. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട്, ആ മുനി ദുർബുദ്ധേ, ദുഷ്ടനായിട്ടുള്ള ഒരു രാക്ഷസനായി തീരട്ടെ നീ എന്ന് ശപിച്ചു. അങ്ങനെയാണ് അപ്പം കബന്ധനായതേ. അഷ്ടാവക്രം മുനിം ദൃഷ്ട്വാ കദാചിദഹസം പുരാ ക്രുദ്ധോസാവാഹദുഷ്ടസ്ത്വം രാക്ഷസോ ഭവനുർമദേ. പിന്നെ മോക്ഷം കൊടുക്കുന്നുണ്ടാവും. അതാണ് അഷ്ടാവക്ര പുനഃപ്രാഹ. അതാണ് പുനഃപ്രാഹ. അങ്ങനെയാണല്ലോ സാധാരണ. വന്ദിതോ മേ ദയാപര ശാപസ്യാന്തം ച മേ പ്രാഹ തപസാദ്യോദിത പ്രഭ മേ വന്ദിത ദയാപര. അപ്പം ഞാൻ എന്നാൽ വന്ദിക്കപ്പെട്ട വളരെ ദയവുള്ളവനും തപസാദ്യോദിത പ്രഭ, തപസ്സുകൊണ്ട് ജ്വലിക്കുന്ന പ്രഭയോടുകൂടിയവനുമായ അഷ്ടാവക്രഹ മേ ശാപസ്യ അന്തം ച പുനഃ പ്രാഹ. എന്നെ ശപിച്ചതിന് ശേഷം അവസാനം എന്തു പറഞ്ഞു? അതായത് ഞാൻ ശപിക്കപ്പെട്ട ഞാൻ വളരെ വിനയത്തോടുകൂടി നമസ്കരിച്ചു. അപ്പോൾ നല്ല ദയ തോന്നി എന്നോട്. അങ്ങനെ തപസ്സുകൊണ്ട് ജ്വലിക്കുന്ന ആ ശരീരകാന്തിയുള്ള ആ അഷ്ടാവക്ര മുനി എന്നെ ശപിച്ചതിന് ശേഷം പിന്നെ എന്ത് പറഞ്ഞു എന്ന് ഇതിൽ പറയുന്നുള്ളൂ. എന്നെ ശപിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നമസ്കരിച്ചപ്പോൾ എന്നോട് ദയ തോന്നിയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അഷ്ടാവക്ര പുനഃപ്രാഹ വന്ദിതോ മേ ദയാപര തപസ്യ ശാപസ്യാന്തം ച മേ പ്രാഹ തപസാദ്യോദിത പ്രഭ. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ 19-20 ത്രേതായുഗേ ദാശരഥിർഭൂത്വാ നാരായണ സ്വയം ആഗമിഷ്യതി തേ ബാഹു ഛിദ്യേത യോജനായതൗ തേന ശാപാദ് വിനിർമുക്തോ ഭവിഷ്യസി യഥാ പുരാ ഇതി ശപ്തോഹമദ്രാക്ഷം രാക്ഷസിം തനുമാത്മനഃ. സ്വയം നാരായണ, സാക്ഷാൽ നാരായണൻ ത്രേതായുഗേ ദാശരഥി ഭൂത്വ, ത്രേതായുഗത്തിൽ ദശരഥപുത്രനായിട്ട് അവതരിക്കും. ആഗമിഷ്യതി, ആഗമിക്കും. യോജനായതൗ തേ ബാഹു, 4 മൈൽ നീളമുള്ള നിൻ്റെ 4 നാഴിക നീളമുള്ള നിൻ്റെ കൈകളെ ഛിദ്യേത, കൈകൾ ഛേദിക്കപ്പെടും. ആരാ? രാമനാൽ. തേന ശാപാത് വിനിർമുക്ത, അപ്പം നിനക്ക് ശാപത്ത് നിന്ന് മോക്ഷം ലഭിക്കും. നീ ശാപവിമുക്തനായിട്ട് തഥാപുര ഭവിഷ്യസി, പണ്ടത്തെ പോലെ ഗന്ധർവൻ തന്നെയാവും. ഇതി ശപ്തഃ അഹം, ഇപ്രകാരം ശപിക്കപ്പെട്ട ഞാൻ ആത്മനഃ രാക്ഷസിം തനും അദ്രാക്ഷം, എൻ്റെ ഈ രാക്ഷസ ശരീരത്തെ കണ്ടു. അതായത് എന്താ പറഞ്ഞു വെച്ചാൽ ഈ എന്നിട്ട് പിന്നെ എന്നെ ശപിച്ചതിന് ശേഷം അഷ്ടാവക്രമുനി ഇപ്രകാരം പറഞ്ഞു ദയയോട് കൂടിയിട്ട്. സാക്ഷാൽ ഭഗവാൻ തന്നെ, മഹാവിഷ്ണു തന്നെ ത്രേതായുഗത്തിലെ ദശരഥൻ്റെ മകനായിട്ട് അവതരിക്കും, രാമനായിട്ട് അവതരിക്കും. അപ്പോൾ രാമനാൽ നിൻ്റെ കയ്യ് ഛേദിക്കപ്പെടും. അപ്പം നിനക്ക് മോക്ഷം കിട്ടിയിട്ട് നീ പൂർവ്വസ്ഥിതിയായിട്ട് ഗന്ധർവൻ തന്നെയായി തീരും എന്ന് ശപിക്കപ്പെട്ട ഞാൻ. അങ്ങനെ അങ്ങോട്ട് ശപിച്ചിട്ട് ശാപമോക്ഷം തന്ന ഉടനെ തന്നെ ഞാൻ രാക്ഷസനായി ഇവിടെ വന്ന് താമസം തുടങ്ങി. രാക്ഷസനായി ഭൂമിയിൽ വീണു. ഗന്ധർവന്മാരൊക്കെ ആകാശത്തല്ലേ. ഈ ശാപം കിട്ടി, ശാപമോക്ഷം കൊടുത്തു അതിന് ശേഷം. പക്ഷേ ആ ശാപമോക്ഷം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വെറും രാക്ഷസനായിട്ട് ഭൂമിയിൽ വീണു. അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് 19-20 വായിക്കാം. എന്നിട്ട് 21. ത്രേതായുഗേ ദാശരഥിർഭൂത്വാ നാരായണ സ്വയം ആഗമിഷ്യതി തേ ബാഹു ഛിദ്യേത യോജനായതൗ തേന ശാപാദ് വിനിർമുക്തോ ഭവിഷ്യസി യഥാ പുരാ ഇതി ശപ്തോഹമദ്രാക്ഷം രാക്ഷസിം തനുമാത്മനഃ. 21. കദാചിദ്ദേവരാജാനമഭ്യദ്രവമഹം രുഷാ
സോപി വജ്രേണ മാം രാമ ശിരോദേശേഭ്യതാടത്ത്. അഭ്യതാടത്ത് എന്നാണ്. കഥാചിത് അഹം രൂഷ, ഒരിക്കൽ ഞാൻ ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട്, രൂഷാച്ച ദേഷ്യമാണ്, ദേഷ്യത്തോടു കൂടി രോഷത്തോടു കൂടി ദേവരാജാനാം അഭ്യദ്രവത്, ദേവരാജാവിനെ എതിർത്തു. അതായത് ഇന്ദ്രനെ. രാമ സ അഭി, ഹേ രാമ അവനും വജ്രേണ ശിരോദേശേ, വജ്രായുധത്താൽ ശിരസിൽ അഭ്യതാടയത്. അപ്പം എങ്ങനെ തലയില്ലാണ്ടേ കണ്ണും ഒന്നും ഇല്ലാണ്ടേ ചോദിച്ചാൽ, രാക്ഷസനായി തീർന്നതിന് ശേഷം, എന്നെ രാക്ഷസനായി അവൻ ശപിച്ചുല്ലോ അഷ്ടാവക്രമുനി, അത് കഴിഞ്ഞ് ഞാൻ രാക്ഷസനായി. അങ്ങനെ രാക്ഷസനായി തീർന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ദേവേന്ദ്രനെ എതിർത്ത് ചെന്നു. അപ്പം ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് എൻ്റെ ശിരസിൽ അങ്ങോട്ട് അടിച്ചു. അഭ്യതാട് എന്ന് പറഞ്ഞു, അടിച്ചു എന്ന്. അതാണ്. അപ്പം ഈ രാക്ഷസനായതിന് ശേഷമാണ് ഈ ദേവേന്ദ്രൻ്റെ വജ്രായുധം കൊണ്ടുള്ള അടി ഏറ്റതേ. കഥാചിത് ദേവരാജാനം അഭ്യദ്രവമഹം രുഷാ സോപി വജ്രേണ മാം രാമ അഭ്യതാടത്, അടിച്ചു. 22. തഥാ ശിരോഗതം കുക്ഷിം പാദൗജ രഘുനന്ദന ബ്രഹ്മദത്തവരാൻ മൃത്യുർനോ ഭൂന്മേ വ്രജതാടനാത്. തഥാ ശിരഹ കുക്ഷിം ഗതം, അങ്ങനെ തലയിൽ ഉറക്കം കിട്ട് വജ്രായുധം കൊണ്ട് അടിച്ചപ്പോൾ പിന്നെ തല വയറ്റിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. തല വയറ്റിലായി. രഘുനന്ദന, അങ്ങനെയാണ് തല വയറ്റിലായത്, വായ മാർത്തായത്. രഘുനന്ദന ഹേ രാമ പാദവും ജഗതവും, കാലുകളും നഷ്ടപ്പെട്ടു. ബ്രഹ്മദത്ത വരാത്, ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട വരം, അതായത് ആരാലും വധിക്കപ്പെടില്ല എന്നേ ഉള്ള വരം ഉണ്ടല്ലോ, വരം ഹേതുവായിട്ട് വ്രജതാടനാഥ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വജ്രായുധം കൊണ്ട് അടിച്ച അപ്പം മരിക്കേണ്ടതാ. പക്ഷെ ബ്രഹ്മാവിൻ്റെ ഒരു വരം കിട്ടിയിട്ടുണ്ടല്ലോ, ആരാലും വധിക്കപ്പെടില്ല എന്നേ. അപ്പോൾ ഒരു മനുഷ്യനാലും വധിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഒരു ദേവനാലും വധിക്കപ്പെടില്ല എന്നേ. അത് കാരണമാണ് വജ്രായുധം കൊണ്ട് അടി കൊണ്ടിട്ടും മരിക്കാണ്ടിരിക്കുന്നത്. വ്രജതാടനാഥ് മേ മൃത്യു എന്നാ അഭൂത്, അതുകൊണ്ട് ഞാൻ മരിച്ചില്ല എന്ന്. അപ്പം എന്താ പറഞ്ഞത്, ഈ വജ്രായുധം കൊണ്ടുള്ള ഇന്ദ്രൻ്റെ അടിയേറ്റപ്പോൾ എൻ്റെ ശിരസ് ഉദരത്തിലേക്കായി, വയറ്റിലായി, കാലുകൾ നഷ്ടപ്പെട്ടു. ബ്രഹ്മാവ് നൽകിയ വരത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് വജ്രായുധം കൊണ്ടുള്ള അടിയേറ്റിട്ട് ഞാൻ മരിക്കാതിരുന്നത് എന്ന് പറയണം. അപ്പോൾ തഥാ ശിരോ ഗതം കുക്ഷിം പാദൗച രഘുനന്ദന ബ്രഹ്മദത്ത വരാൻ മൃത്യുർനാ ഭൂന്മേ വ്രജതാടനാഥ്. ഇതുവരെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ കണ്ടാൽ ഇത്ര വിചിത്രമായിട്ടിരിക്കണമെന്ന് ഉള്ള കഥ പറയണം. ഇനി ഒക്കെ ഭഗവാൻ അറിയാത്ത ഒന്നുമില്ല, എന്നാലും പറയണം നമുക്കറിയാൻ. 23. മുഖാഭാവേ കഥം ജീവേദയ ജീവേദയമിത്യമരാധിപം ഊജു സർവദയാവിഷ്ട മാം വിലോക്യാസ്യവർജിതം. ആസ്യവർജിതം മാം വിലോക്യ, ഈ വായയില്ലാത്ത എന്നെ കണ്ടിട്ട്, അതായത് വയറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി തല മുഴുവനെ. അപ്പോൾ വായം വയറ്റിലാവുമല്ലോ. ദയാവിഷ്ട സർവേ, ദയ തോന്നിയ സർവരും അയം മുഖാഭാവേ കഥം ജീവേൽ, ഇവൻ വായല്ലാണ്ട് എങ്ങനെ ജീവിക്കുക, ഇതി അമരാധിപ ഊജു എന്ന് ദേവേന്ദ്രനോട് പറഞ്ഞു. അതായത് അടിച്ചപ്പോൾ ഹോൾ തല, വായ അടക്കം വയറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയി. വായല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ, മരിക്കൂല്ല. ബ്രഹ്മാവിൻ്റെ വരം കാരണം ഒട്ടും മരിക്കൂല്ല. അപ്പം എങ്ങനെയാണ് വായല്ലാണ്ട് ഒന്നും ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അപ്പം എങ്ങനെ ഇവൻ ജീവിക്കുക എന്ന് എല്ലാവരും ദേവേന്ദ്രനോട് ചോദിക്കാൻ തുടങ്ങി. കാരണം അയ്യോ അങ്ങ് അടിച്ചിട്ട് പിന്നെ എന്താണ് വജ്രായുധം കൊണ്ട് അടിച്ചിട്ട് തല വയറ്റിൽ പോയി. ഇവനാണെച്ചാൽ ബ്രഹ്മാവിൻ്റെ പിന്നെ വരം കാരണം മരിക്കാനും പറ്റില്ല. അപ്പോൾ വായല്ലാണ്ട് എങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ജീവിക്കുക എന്ന് എല്ലാവരും ഈ ദേവേന്ദ്രനോട് ചോദിച്ചു. മുഖാഭാവേ കഥം ജീവേദയമിത്യമരാധിപം, അമരാധിപൻ ദേവേന്ദ്രൻ. ഊജു സർവദയാവിഷ്ട മാം വിലോക്യാസ്യവർജിതം, ആസ്യവർജിതം വെച്ചാൽ മുഖമില്ലാത്തവനായിട്ട്,
മുഖമില്ലാത്തവനെ, മുഖം തന്നെ ഇല്ലാത്തവനായി എന്നെ കണ്ടിട്ട് ദയ തോന്നിയിട്ട് എല്ലാവരും ദേവേന്ദ്രനോട് പറഞ്ഞു, ഇവനെ എങ്ങനെ ജീവിക്കാന്നേ. 24 തതോ മാം പ്രാഹ മഖവാ ജഠരേതേ മുഖം ഭവേൽ ബാഹൂതേ യോജനായാമോ ഭവിഷ്യത ഇതോ വ്രജ. തതഹ മഖവ മാം പ്രാഹ. അപ്പം ഇന്ദ്രൻ എന്നോട് പറഞ്ഞു, ഇന്ദ്രന് ദയ തോന്നി. ഇന്ദ്രൻ, മഖവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനായി, മഖവ മാം പ്രാഹ എന്നോട് പറഞ്ഞു, തേ മുഖം ജഠരേ ഭവേദ്. ശരി, നിനക്ക് വായ നിൻ്റെ ജഠരത്തിലുണ്ടാവും, വയറ്റിലുണ്ടാവും ഒരു വായ. അതാണ് മാർത്ത പറഞ്ഞത് മുമ്പേ. തേ ബാഹു യോജനായ ഭവിഷ്യത. നിൻ്റെ കയ്യിന് നല്ല നീളം ഉണ്ടാവും, നീളം കൂട്ടിത്തരാം. കാല് പോയില്ലോ. വായ വയറ്റിൻ്റെ അടുത്ത്, അതായത് മാർത്തെന്നോ എന്താ വെച്ചാൽ പറയാം, വയറ്റിൻ്റെ ഉള്ളിലെന്നോ വായ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനെങ്കിലും പിടിച്ച് തിന്നണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, ചെറിയ കൈ പറ്റില്ല. അതുകൊണ്ട് നിൻ്റെ കയ്യിൻ്റെ വലിപ്പം കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് നല്ല വലിപ്പം ഉണ്ടാക്കി കൊടുത്തു. 4 മൈൽ, 4 നാഴിക അല്ലെങ്കിൽ 1 യോജന, 2 യോജന നീളമുള്ള കൈയാക്കി കൊടുത്തു. ഇതഹ വ്രജ, ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രന് പാവം തോന്നി. എന്നിട്ട് നിൻ്റെ വായ ഉദരത്തിലായിട്ട് വരും, നിൻ്റെ 2 കൈകളും ഓരോ യോജന നീളമുള്ളതായിട്ട് ഭവിക്കും. ഈ വിധം ഇപ്പോൾ നീ ഇതുപോലെ തന്നെ നീ കാലില്ലാണ്ട് ഇഴഞ്ഞിഴഞ്ഞ് നടക്കേണ്ടി വരും, വയറുകൊണ്ടോ എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ ഇവിടുന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്തായി, ഇപ്പം കാണുന്ന രൂപമായി. വായണ്ട് അത് വയറ്റിൻ്റെ ഉള്ളിലെന്നോ അല്ലെങ്കിൽ മാറിൻ്റെ അടുത്തെന്നോ എന്താ വെച്ചാൽ പറയാം. അങ്ങനെയുണ്ട്. 2 വലിയ നീളമുള്ള കയ്യും ഉണ്ട്. പിന്നെ കണ്ണുമില്ല, ഒന്നുമില്ല, മൂക്കുമില്ല, വായയില്ല, അല്ല വായുണ്ട്, മൂക്കുമില്ല, പിന്നെ കാലുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കണ ഈ സ്ഥിതി, ഇങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്തണം, കാരണം സമയമായി. അപ്പം ഞാൻ 24 വായിച്ച് നിർത്താം കേട്ടോ. തതോ മാം പ്രാഹ മഖവ ജഠരേതേ മുഖം ഭവേൽ ബാഹൂതേ യോജനായാമൗ ഭവിഷ്യത ഇതോ വ്രജ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഈ സ്ഥിതിയിൽ ഞാൻ എത്താൻ കാരണം, അല്ലെങ്കിൽ സ്ഥിതിയിലാവാൻ കാരണം എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താമെന്ന്. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ.